ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലബൂബു. നമ്മളെല്ലാവരും കുറേയധികം ഈ അടുത്ത കാലത്തായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ലബൂബു. അപ്പോൾ നമ്മൾ ഇത്രയും സോഫ്റ്റ് ടോയ് ക്ലാസ്സസും സോഫ്റ്റ് ടോയുടെ വർക്ക്ഷോപ്പും ഒക്കെ കൊടുക്കുമ്പോൾ ലബൂബുവിൻ്റെ ഒരു ട്യൂട്ടോറിയലും കൂടെ ചെയ്യാമോ എന്ന് ചോദിച്ച് കുറേ ആൾക്കാർ കമൻറ്റിലും DM-ലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേയധികം സെർച്ച് ചെയ്തു. കുറേയധികം മെത്തേഡ്സിലൊക്കെ ആളുകൾ ലബൂബുവിൻ്റെ DIY ഫോംസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും ചെയ്യുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ ഫേസ് വരുന്നത് ക്ലേയിലായിരിക്കും. മെജോറിറ്റി ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസ് മൊത്തത്തിൽ ക്ലേ വെച്ചിട്ടുള്ള ഒരു ഫേസാണ് കറക്റ്റ് ആ ഒരു പെർഫെക്റ്റിൽ ലബൂബു ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പാറ്റേൺ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പാറ്റേൺസ് വേണം. നമുക്ക് ഏതൊരു സോഫ്റ്റ് ടോയ് ചെയ്യുമ്പോഴും നമുക്ക് പാറ്റേൺസ് വേണം. അപ്പോൾ ഈ സമയത്ത്, അതായത് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ചെയ്താലും ആ സമയത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രെൻഡ് ലിസ്റ്റിൽ ഫസ്റ്റിൽ ഉള്ള പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള കസ്റ്റമേഴ്സിനെ കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റും ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ലബൂബുവിൻ്റെ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ആയിട്ട് അതിൻ്റെ പാറ്റേൺ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്കെപ്പോഴും ഞാൻ തന്നെ ആ ഒരു പാറ്റേൺ ചെയ്യുമ്പോഴാണ് ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ ആ ഒരു പാറ്റേൺ വരച്ചെടുക്കുവാണ്. പാറ്റേൺ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് നമ്മൾ ഫുൾ പാർട്ടിൻ്റെയും എത്ര പാർട്സ് വേണം, എത്ര എണ്ണം വേണം, ഏത് വലിപ്പത്തിൽ വേണം ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഔട്ട്കം നല്ല പെർഫെക്റ്റ് ആകത്തുള്ളൂ. ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെർഫെക്റ്റായിട്ട് ആ ഒരു ഔട്ട്കം കിട്ടണം എന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ പാറ്റേൺ മേക്കിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലേ ആ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു പാറ്റേൺ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വരച്ചിട്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് ആദ്യം സെറ്റ് ചെയ്ത് നോക്കും. ഞാൻ ഏത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴും വരച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ വരച്ച് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ പാറ്റേണും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺഫിഡൻസും കൂടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക്ഷോപ്പ് ഡീറ്റെയിൽസ് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. സോഫ്റ്റ് ടോയുടെയും ഫെൽറ്റ് ടോയുടെ തന്നെ നോ സൂയിങ്ങും, അതായത് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാനത് ഫുള്ളായിട്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ചെവി അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല. അപ്പം ഞാനതൊന്നും കൂടെ ട്രേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ വലുതാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പാറ്റേൺ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിക്ക് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പേപ്പർ കട്ട്-ഔട്ട്സ് അല്ലെങ്കിൽ പാറ്റേൺസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൈസൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ചെവി കുറച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് വലുതാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് ഇതേപോലെയുള്ള പ്രോസസ്സ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഫുള്ളായിട്ട് പ്രോസസ്സുകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. മേ ബി ഇത് പാർട്ട് 1 പാർട്ട് 2 ആയിട്ടായിരിക്കാം അപ്ലോഡ് ചെയ്യുന്നത്. ലെങ്ത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് ഞാൻ അങ്ങനെയായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. കുറേ അധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചെയ്യുന്നതിൻ്റെ ഫുൾ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇതേപോലെ പാറ്റേണും കാര്യങ്ങളും വരച്ച് വെക്കുമ്പോൾ ഞാനതെല്ലാം കട്ട് ചെയ്തത് ഒരു ബുക്കിൽ കീപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര സമയം എടുത്തു ഒക്കെയുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് വർക്ക്ഷോപ്പൊക്കെ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ടൈം ഡ്യൂറേഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ ആ ഒരു ബോഡിയിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാലിൻ്റെ ഏരിയാസൊക്കെ വരുന്ന സ്ഥലത്ത് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു പിന്നെ ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കയ്യും കൂടെ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ആ ടോട്ടൽ നമ്മൾ 4 കട്ട് ചെയ്യേണ്ട പീസസിലൊക്കെ എത്ര നമ്പേഴ്സാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്നും കൂടെ സെറ്റ് ചെയ്തിട്ട് നോക്കുവാണ്.
ഇതേപോലെ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പുകളിലേക്കുള്ള പാറ്റേൺസും എല്ലാം സെറ്റ് ചെയ്യാറുള്ളത്. ഓരോ വർക്ക്ഷോപ്പിനും നമ്മൾ ഓരോ പ്രൊഡക്റ്റാണ് ചെയ്യിക്കാറുള്ളത്. അതിനനുസരിച്ച് തന്നെ നമ്മൾ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ കൊടുക്കുന്ന കിറ്റിൽ ഇതേപോലെ പേപ്പറിലല്ല നമ്മൾ പാറ്റേൺസ് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു ഹാർഡ് ബോർഡിൽ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ടോട്ടൽ എത്ര നമ്പേഴ്സ് കട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫേസിൽ നമുക്ക് അറിയാലോ കുറച്ചൊരു മാറ്റം വരുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ അതൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഫേസിൽ കവറിങ് പോലെ വരാറുണ്ടല്ലോ ലബൂബുവിൽ, നമ്മൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒരു മാറ്റം വരുത്തിയിട്ട് അതൊന്നും കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ പ്രോസസ്സ് നിങ്ങൾക്ക് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2x സ്പീഡിലിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഇതേപോലെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ കാണുക. കുറച്ചൊരു ലെങ്തി ആയിരിക്കും വീഡിയോ. നമ്മൾ ഇതേപോലെ നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം ഭയങ്കര നല്ല ഔട്ട്കം ആയിരിക്കും. നമ്മളും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്കം നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ പെർഫെക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഫുൾ പാർട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ പാർട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫുൾ ഫാബ്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതും സ്റ്റിച്ചിങ്ങുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.